ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ തിന്ന് മടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവൂലേ, ആ ഒരു ദിവസങ്ങളിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസി ദോശയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തത്. വറുക്കത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം, മാക്സിമം പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് റവയിലേക്ക് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് കാര്യമായിട്ട് ചേർക്കുന്നില്ല, ഇത്രയേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. നല്ല ലൂസും ആവരുത്, എന്നാൽ നല്ല ടൈറ്റും ആവരുത്, ആ രീതിയിൽ കേട്ടോ. എന്നിട്ടൊരു പാന് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മളിത് നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ടിയില്ലാതെ അങ്ങ് പരത്തി കൊടുക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ടൊരു 1 ടീസ്പൂണ് ഓയിലോ അല്ലെങ്കിൽ ഗീയോ നെയ്യോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്രത്തോളം ക്രിസ്പിനെസ് വേണം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കെടുത്ത് ആ ചൂടോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. ഇതുപോലെ എല്ലാം അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം, നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ കുറച്ച് വെച്ചിട്ട് വേണ്ട ഒഴിച്ചു. ഇത് കുറച്ച് തീ കൂടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ സെൻറ്ററിലൊക്കെ ഒന്ന് ഇങ്ങനെ ഹോള് വരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ ദോശക്കല്ലിലാണെങ്കിൽ ആ പ്രോബ്ലം വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ 2 പ്രാവശ്യം മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. അപ്പോൾ ഓയിൽ ഒഴിക്കണോ വേണ്ട നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഓയിൽ ഒഴിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ സൈഡ് ഭാഗമൊക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, വേണ്ടാന്നുള്ളവർക്ക് നെയ്യോ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്